to Giggly Cow. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കോട്ടിടാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. എന്നാൽ കുറച്ച് സമയം കോട്ടിട്ടു, പക്ഷെ അപ്പോഴേക്കും മഴ നിന്ന് കളിച്ചു. അപ്പോൾ ഞാൻ കോട്ട് അയച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ യാത്ര വീണ്ടും കാട് കഴിഞ്ഞിട്ടില്ല കേട്ടോ, കാട്ടിലൂടെ തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കിട്ടിക്കൊണ്ടിരിക്കണത്. നല്ല തണുപ്പാണ്. ഞങ്ങള് ചാലക്കുടിയിലുള്ള കോട്ടും ചൂടില് അവിടുത്തെ ബ്യൂട്ടി ആസ്വദിച്ച് വരുന്നതാണ്. എന്നാൽ ഇപ്പൊ നല്ല തണുത്ത കാലാവസ്ഥയാണ്. നല്ല ഭംഗിയുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ വരിക, എന്നിട്ട് തന്നെ ഈ ഒരു റൂട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. നമ്മളിപ്പോ ഈ വീഡിയോയിലൊന്നും കാണുന്നതൊന്നും എന്റെ അഭിപ്രായത്തിൽ അതിന്റെ ബ്യൂട്ടിക്ക് അടുത്തുകൂടെ പോയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നേരിട്ട് വരിക. അപ്പോ അത്യാവശ്യം നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത ഡ്രൈവിംഗ് അറിയാം, കുഴപ്പമില്ലാന്നല്ല, അത്യാവശ്യം ഡ്രൈവിംഗ് അറിയണം. അതെ. അപ്പം നല്ല ചുരം മീൻസ് അങ്ങനെയാണ്, നല്ല വളഞ്ഞുള്ള റൂട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റിയിട്ടുള്ള ഒരു, നിങ്ങൾ ഒന്നും വേണ്ട, ഒരു രാവിലെ വരിക, ഇത് കയറുക, പിന്നെ തിരിച്ചു പോയാലും മതിയാവും. പിന്നെ അവിടെ ഈ പിന്നെ വാൾപ്പാറ വ്യൂ പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയായിരിക്കും. അപ്പോ നിങ്ങള് എന്തായാലും വരിക. നല്ല മഞ്ഞ് വരുന്നുണ്ട് ഗൈസ്, കോട ഇറങ്ങിയുണ്ട്. നമ്മളിപ്പോ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. കോട അടിപൊളി ഗൈസ്. അതെ, കാർ ഓക്കെ. ബൈക്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെ പോന്നോളി. അതെ അതെ അതെ, ഒറ്റ പുറ്റാണ്. അതെ. അതില് ഊട്ടി എന്ന് പറഞ്ഞ എന്താ പറയാ, മൊത്തം ഇങ്ങനെ നമ്മള് കാണുന്ന വഴിയാണ്. ടിവിയിൽ കാണുന്ന ഉണ്ടല്ലോ, ഒരു ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കാണും. ഒരു മിസ്റ്ററി. അതെ, അങ്ങനത്തെ ഒരു വഴി കാട്. എത്ര ഫുള്ള് നമുക്ക് പോകാനുള്ളത് കാട്ടിലൂടെയാണ്. നമ്മള് ചാലക്കുടി ടു വാൾപ്പാറ മൊത്തം പോകാനുള്ളത് 80 കിലോമീറ്റർ. ഫുൾ 82 അങ്ങനെ സംതിങ് ഉണ്ട്. മൊത്തം കാട്ടിലൂടെയാണ് പോകാനുള്ളത്. പോന്നോളി ഗായ്സ്, പോന്നോളി. ബൈക്കുള്ളവര് ബൈക്ക് എടുത്ത് പോന്നോളി. ആദ്യം ബൈക്കിന്റെ ഓയിൽ ഒന്ന് മാറ്റാ. അതെ, ഫുള്ള് എന്താ പറയാ, ഫുള്ള് കണ്ടീഷൻ ആക്കുക. ബൈക്ക് ഫുൾ കണ്ടീഷൻ ആക്കിയിട്ട് കിടക്കും. അതെ, ഞങ്ങൾ എന്താന്ന് വെച്ചാല് ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വെച്ചാല് ബ്രെഡ്, ന്യൂട്ടല്ല, പിന്നെ ഫ്രൂട്ട്സ്. വീട്ടിൽ ഞങ്ങൾ എന്താന്ന് വെച്ചാല് അറിയാലോ, പിന്നെ ചൂട് അത്രയും കാണിച്ചിട്ട് എന്തായാലും നമ്മൾ വെള്ളം കുടിക്കണം, അത് മസ്റ്റാണ്. ആര് വരികയാണെങ്കിലും വെള്ളം സ്കിപ്പ് ചെയ്യരുത്, വെള്ളം എന്തായാലും കൊണ്ടുവരിക. ഞങ്ങൾ എന്താക്കി വെച്ചാല് ഫ്രീസ് ചെയ്തു, വെള്ളം ഐസാക്കി കുപ്പിയിൽ തന്നെ ഫ്രീസ് ചെയ്തിട്ട് 2 ബോട്ടില് വെള്ളം കൊണ്ടുവന്നു. ഒരു ബോട്ടിലില് മുന്തിരി ജ്യൂസ് ഉണ്ടല്ലോ, അതും ഫ്രീസ് ആക്കിയിട്ട് കൊണ്ടുവന്നു. അത് പറയാൻ കാരണം എന്താ വെച്ചാല്, നമ്മൾ ഇത്രയും ലോങ് യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മൾ നോർമലി ഒരു ഇതിലാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മള് ഡെസ്റ്റിനേഷൻ എത്തുന്ന സമയത്താവുമ്പോൾ ചൂടാവും ഇല്ലേ, നമ്മള് എക്സ്പീരിയൻസ് ചെയ്യണല്ലേ ചൂടാവുന്നത്. സോ ഞങ്ങൾ എന്താക്കി വെച്ചാൽ ഫ്രീസ് ചെയ്തു, വെള്ളം ഫ്രീസ് ചെയ്തു, ഐസാക്കി, മുന്തിരി ജ്യൂസ് ഐസാക്കി അങ്ങനെ കൊണ്ടുവന്നു. പിന്നെ ബ്രെഡും ന്യൂട്ടല്ല ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്താക്കി, അപ്പൊ രാവിലെ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് ഫുഡ് അത്യാവശ്യം കഴിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് പിന്നെ
ഞങ്ങൾ കഴിക്കണത് പിന്നെ വന്ന വഴിയിൽ വെള്ളം കുടിച്ചു. പിന്നെ കഴിക്കണത് ഇവിടെ എത്തിയതിനു ശേഷം ചാലക്കുടി എത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മള് പിന്നെ തിരിക്കാൻ വേണ്ടിയിട്ട് പാർക്കിലേക്ക് വന്ന സമയത്ത് അവിടെ ഇരുന്നാണ് കഴിച്ചത്. ന്യൂട്ടല്ലി ബ്രെഡ് കഴിച്ചു, ജ്യൂസ് കുടിച്ചു, വെള്ളം കുടിച്ചു. അതോടുകൂടി തന്നെ വിഷമൊക്കെ മാറി. അതെ അതെ അതെ, അവിടെ പെപ്സി അടിച്ചു. പിന്നെ ഒരു ലെമൺ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ലെമൺ ജ്യൂസ് കിട്ടും, അറിയ സർവത്ത് വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസ് കിട്ടും. അങ്ങനെ വേണ്ടത് കാരണം എന്തായാലും അവിടെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അവിടുത്തെ താഴേന്ന് കയറി വരുമ്പോൾക്ക് നമ്മള് ഭയങ്കരമായിട്ട് ഡ്രൈനായി പോകും. കയറി വരാനുണ്ട് താഴേക്ക്. താഴേക്ക് ഇറങ്ങിയപ്പോഴും അതെ ഒരു ക്ഷീണം വന്ന പോലെ തോന്നി. അങ്ങനെ ഒരുപാട് ആൾക്കാർ എല്ലാവരും ഇങ്ങനെ സാവധാനം ഞാൻ ഒരുപാട് ഇരുന്ന് അങ്ങനെ കയറിയത്. അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അധികം വിഷമില്ല. ന്യൂട്ടല്ല ബ്രെഡുമാണ് കഴിച്ചത്. അതുകൊണ്ട് നമ്മള് ബാഗിലുണ്ട്, നമ്മള് ബാഗിൽ സെറ്റ് ആക്കിയിട്ടാണ്. സോ നേരെ കണ്ണത്ത് മുന്തിരി വെച്ചേ നേരെ കണ്ണത്തൊരു വലിയ തുള്ളി വെള്ളം അല്ലേ, കല്ലെടുത്ത് എറിയണം പോലെ കല്ലെടുത്ത്. ഇരുട്ടായപ്പോ ആ ഒരു മാറ്റുണ്ട് വീഡിയോക്ക്. ഇരുട്ടായതിലുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ, അതിങ്ങനെ ഉണ്ടോ ക്ലിയർ. കുഴപ്പമില്ല, എക്സ്പീരിയൻസ് വേണം, പേടി പാടില്ല. ഇതിന് ധൈര്യം വേണം, ധൈര്യം മുഖ്യം, ധൈര്യം മുഖ്യം. അതെ, ധൈര്യം പറഞ്ഞാല് എന്താ പറയാ, ഒരു കോൺഫിഡൻസ് ഉണ്ടായാൽ വണ്ടി ഉഷാറാണ്. പിന്നെ എന്താ വെച്ചാല് ഇപ്പൊ നമ്മൾ ഒരു 60-70 സ്പീഡിൽ വിടരുത്. മാക്സിമം 40-50 അമ്പതിന് വേണ്ടിട്ട് പോകണ്ട. വണ്ടി നമ്മൾ കൺട്രോളിലാവും. പോവാ വേറെ സ്മെല്ലില്ലേ, ഒരു മൃഗങ്ങളെ നല്ല ദൂര ഇവിടെ എവിടോ ആണിട്ട്. വാട്ടിയെടുക്കണ്ട്, വലിയ വളവാ. മുന്നോട്ട് ഓക്കെ. ഓ നല്ല കോട, നല്ല കോട. അതെ, ഇത് ഇത്രമാത്രം ഞാൻ പ്രതീക്ഷിച്ചില്ല. വേനൽ മഴയാണോ നമ്മളടങ്ങുന്ന മഴ അവര് പെയ്തില്ലേ ആ മഴ എങ്ങനെ
ഞാൻ കാണിക്കുന്നു. ഞങ്ങളിത് പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ. പോകണ്ടില്ലേ ആനയെ കോട്ടിട്ട് ഉറച്ചു തോട്ടൂലേ. നായകളുണ്ടല്ലോ. ഗൈസ് മലക്കപ്പാറ റീച്ചായി ഗൈസ്. മലക്കപ്പാറ റീച്ചായി. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. വീണ്ടും എടുക്കുക. മലക്കപ്പാറ എസ്റ്റേറ്റ്. Go slow. കിട്ടിണ്ടാവും. ഇവിടുത്തെ നോർമൽ ഇതാരോ ആന വരുന്നേനാ ഇങ്ങോട്ടൊക്കെ. ആനക്ക് വരുന്നതിനായിരിക്കും അങ്ങനെ ഇട്ടണേ. I think. Oh my god. ഹോം സ്റ്റേ ഉണ്ട് ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ ചർച്ച്. ചെറിയൊരു ഏരിയ അല്ലേ. ഹോം സ്റ്റേ ആൻഡ് ഹോട്ടൽ അവൈലബിൾ. കിട്ടിയത് നല്ലൊരു കാലാവസ്ഥയാണ്. Oh my god. വണ്ടി നിർത്താൻ സൈഡിൽ കൊണ്ടിരിക്കും. ഇറങ്ങും ഗൈസ്, ആ സൈഡിൽ കൊണ്ടിരിക്കും. ഇറങ്ങും ഇറങ്ങും ഗൈസ്, ഇറങ്ങും. എങ്ങനെ പിന്നെ നിർത്തി പോയി ഗായ്സ്. എന്നെ കൊണ്ടുപോവാതെ പോയി. അയ്യോ, ഞാൻ ഈ ബ്യൂട്ടിഫുൾ വ്യൂവില് തനിച്ചായി പോയി. ഇനി എന്ത് വേണം? ഞാൻ മാത്രം, ഞാൻ മാത്രം, ഞാൻ മാത്രം. എന്താ പറയാ, നമുക്ക് ഈ വ്യൂ കണ്ടോണ്ട് ഇരിക്കാം. ബ്ലെസ്ഡ് ആണ്, ഞാൻ ബ്ലെസ്ഡ് ആണ്, ഞാൻ ബ്ലെസ്ഡ് ആണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ.
ഇടി വെട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ കൂടാ എന്നാല് കാടിന് കാട്, മൗണ്ടെയ്ൻസിന് മൗണ്ടെയ്ൻസ്, നല്ല തേയിലത്തോട്ടം. എന്താ പറയാന് കണ്ടോളി അതിലങ്ങനെ അങ്ങോട്ട് പോകാം. എന്താ ഇതൊരു വൈബ്. ഇത് എനിക്ക് തോന്നുന്നു എന്റെ ക്യാമറ ഒന്നുമല്ല, ക്യാമറ നിങ്ങൾ കാണുന്നതല്ല, ഈ കാണുന്നതല്ല എന്റെ കണ്ണോണ്ട് ഞാൻ കാണുന്നത്. വാ, നല്ല നല്ല വൈബ് പറഞ്ഞാല് നല്ലതാ. ഇത് അഡ്ജസ്റ്റ് ചെയ്യണം ഇങ്ങനെ, ഇതിങ്ങനെ ആക്കാം. വയ്ക്കാം. എന്താ ഞാൻ പറയുന്നത്, എനിക്ക് ഇവിടെ ഒരു വീട് വെക്കണം. അതല്ലേ മൗണ്ടെയ്ൻസ് ഇങ്ങനെ തേയിലത്തോട്ടം, അതിന്റെ നടുവിലൂടെ നമ്മുടെ റോഡ്, നല്ല ക്ലൈമറ്റ് പറഞ്ഞാല് നല്ല മഴ റോഡുമുണ്ടോ ഉണ്ടോ, മഴ പെയ്ത് നമ്മളാ മഴയും കൊണ്ട് ഇങ്ങനെ പോന്ന്. എന്താ പറയാ, ഇവിടെ എനിക്ക് തോന്നുന്നു അതിന്റെ അങ്ങോട്ട് മൊത്തം ഈ വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടാൻ പോണേ. നല്ല വ്യൂ ആണ്, നല്ല വ്യൂ. അങ്ങ് അകലെ കോടമഞ്ഞ, അതൊക്കെയാണ്. ഇതെന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ, ഒന്നുകൂടി മയിലോ എവിടെ പാറി വന്നിരുന്നു. എവിടെ കാണിച്ചേ നിങ്ങൾ ഫോടുക്ക് കാണിച്ചേ. ഇത് മയിലാണ് ഇങ്ങനെ ഫോടുക്ക്. നമ്മളടുത്ത് സൂമിങ് പവറുള്ള ഫോണുണ്ട് എന്നിട്ടാ. ആ മയില് ഞാൻ പാറി വന്നിരുന്നതാ. ഞാൻ ഇവിടെ കൂടാ, ഞാൻ പോരുന്നില്ല. മയിലിനെ സൂം ചെയ്യാം. എന്ത് വേണം ഇനി, മലക്കപ്പാറ. സോ ബ്ലെസ്ഡ് സ്ഥലമാണത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും നല്ല വ്യൂ ആയിരിക്കും. ഇനി അങ്ങോട്ട് പോയേക്കേ, 2 ഭാഗത്തും കിട്ടും. ബാ, ഇച്ചിരി മുന്നോട്ട് പോയാല് മുകളിലും താഴെയും ഇത് കിട്ടും. ആയിരിക്കും, കാണിച്ചെടുത്തോളെ. ഇതന്നെ വേണമെങ്കിൽ വരാം. ഇല്ലാന്നുണ്ടെങ്കില് മയില് നല്ല കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവരും. അതെ, അവിടെ ലേഡി 2 മെന്നൊന്ന്.
കണ്ടറന്നല്ല അവിടെ നടക്കണ അവിടെ പാടുണ്ട്. അവർക്ക് പറ്റിയ ക്ലൈമറ്റ് ചെയ്തിട്ട് അവിടെ നോക്കാം. എടുത്തേ കിട്ടില്ലേ കേറില്ലേ എന്റെ ക്യാമറ കണ്ണിനൊന്നും ഇതിന്റെ ബ്യൂട്ടി എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്ന് കാണൂ, വരൂ, വന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ബ്യൂട്ടി ആസ്വദിക്കും എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ബ്യൂട്ടി ഗൈസ്. രസമുണ്ടോ?